ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, എ ഡാറ്റ സ്ട്രക്ചർ റിഫേഴ്സ് ടു എ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് സ്റ്റോറിങ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓർ ആപ്ലിക്കേഷൻ. നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു, എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമ്മുടെ വീട്ടിലിപ്പം പലതരത്തിലുള്ള ബുക്കുകളുണ്ടാവും. കളിക്കുടുക്ക, ബാലരമ, അങ്ങനെയുള്ള കഥാ ബുക്കുകളുണ്ടാവും. പിന്നെ ഫിക്ഷൻ, നമ്മൾ വായിക്കുന്ന ലൈബ്രറി മെയിൻ ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ബുക്കുകളുണ്ട്. അത് ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ വലിച്ചു വാരി ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബുക്ക് എടുത്ത് നോക്കണം എന്ന് വരുമ്പോൾ തപ്പിപ്പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മുടെ ബുക്സൊക്കെ ഒരു അലമാരയ്ക്കകത്ത് ഓരോ ഷെൽഫിൽ ഓരോ കാറ്റഗറി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോൾ ആ കാറ്റഗറിയിലുള്ള ബുക്സ് തപ്പിയാൽ മതി. അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട ബുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പൈത്തണിൽ പല തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉള്ള ഡാറ്റകളുണ്ട്. നമ്മൾ പറഞ്ഞു സ്ട്രിങ്സ് ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ബൂളിയൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റകളുണ്ട്. ഈ ഡാറ്റകളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഒന്നിനെ കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ തപ്പിപ്പിടിക്കാൻ കുറച്ച് പണിയാണ് അല്ലേ. അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പല തരത്തിലുള്ള കളക്ഷൻ ഉണ്ട്. ഡാറ്റനെ തന്നെ നമുക്ക് പല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഒരു കളക്ഷനായിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഡിഫൈൻസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡാറ്റ ഇൻ മെമ്മറി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് എഫിഷ്യൻ്റ്ലി. അതായത് ഡാറ്റ സ്ട്രക്ചേഴ്സ് പറയുന്നത് വലിച്ചു വാരി ഇടുന്നതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ ഡാറ്റയെ പർട്ടിക്കുലർ വേയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്താ? അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എലമെൻറ്റ്സ് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ആ കളക്ഷനിൽ എന്തൊക്കെ ഉണ്ടോ അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കതിന് മോഡിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ, അതായത് ഒരു സെൻറ്റൻസിൽ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, കളക്ഷൻ ഓഫ് ഡാറ്റ വാല്യൂസ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷനാണ്, കുറേ ഡാറ്റയുടെ ഒരു കളക്ഷൻ, അത്രയേ ഉള്ളൂ. അത് തന്നെ പൈത്തണിൽ പലതരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സാണ് ഇവിടെ ഉള്ളത്, ഞാൻ എഴുതിയിട്ടുള്ളത്. ലിസ്റ്റ്, ടപ്പിൾസ്, സെറ്റ്സ്, ഡിക്ഷണറീസ്, അറേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂസ്, സ്റ്റാക്സ്, അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള അലമാരകളുണ്ടാവും. ചില അലമാരകൾ നമ്മൾക്ക് ഒരു പൂട്ടുണ്ടാവും, പൂട്ടിട്ട് വെക്കേണ്ടി വരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ചിലതിന് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതന്നെ നമ്മുടെ ഉപയോഗം അനുസരിച്ച് പല രീതിയിലുള്ള കളക്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ഇനി പഠിക്കുന്നതായിരിക്കും. ഇതാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.